PM സയ്യിദ് സ്വാർത്ഥനാണെന്ന് പറഞ്ഞവരുണ്ട് ഈ പ്രദേശത്ത്. ഈ എഴുതുന്ന കുരുടന്മാർ പറഞ്ഞു PM സയ്യിദ് തന്റെ മകൻ ഹംദുള്ള സയ്യിദിന് കോടതിയിൽ നിന്നും കേസ് കൂടി അദ്ദേഹം ഒരു ST സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തു. ലക്ഷദ്വീപിലെ 2000-ഓളം വരുന്ന 1800-ഓളം വരുന്ന STക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് പ്രചരണം നടത്തിയവരാണ് എതിരാളികളെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഹംദുള്ള സയ്യിദ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് PM സയ്യിദ് എന്ന് പറയുന്ന അതികായകനായ ആ വലിയ മനുഷ്യൻ, ഉജറാപ്പള്ളിയുടെ അങ്കണങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വലിയ മനുഷ്യൻ ലോകത്തിലെ മതാചാര്യന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ പാർലമെന്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഇന്ത്യൻ പാർലമെന്റിന്റെ കടാവിളക്കെന്ന് പ്രമുഖ രാഷ്ട്രീയ നായകന്മാർ ലോകത്തിന്റെ മുമ്പിലേക്കാണ് വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല ഈ രാജ്യത്ത് അദ്ദേഹം ഊർജ്ജമന്ത്രിയായിരുന്നപ്പോൾ അമേരിക്കയില് ഊർജ്ജ സമ്മേളനത്തിന് വേണ്ടി പങ്കെടുക്കാൻ വൈറ്റ് ഹൌസിൽ സമ്മേളിച്ച ആ സമ്മേളനത്തിൽ 18 രാജ്യാന്തരങ്ങളിലെ 18 രാജ്യങ്ങളിലെ ഉന്നത നേതാക്കന്മാര്, ഉന്നത പ്രമുഖന്മാര് വൈറ്റ് ഹൌസിൽ വെച്ച് നമ്മുടെ ബുഷിനോടൊപ്പം യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ PM സയ്യിദ് പറഞ്ഞു, നമസ്കരിക്കാനുള്ള സമയമായി, എനിക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ഇതിന് പുറത്തെവിടെയെങ്കിലും സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വൈറ്റ് ഹൌസിന്റെ ഉള്ളിൽ ഒരു റൂം തുറന്നു കൊടുത്തു PM സയ്യിദ് നമസ്കരിക്കാൻ. വൈറ്റ് ഹൌസിനുള്ളിൽ നമസ്കരിക്കുന്ന ഇന്ത്യയിലെ ഏക മുസൽമാൻ PM സയ്യിദാണ് എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിൽ, ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കണം. രാജ്യത്തിലെ ഒരുപാട് ഉന്നതന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആർക്കും അത് പറയാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും ചെങ്കൂറ്റത്തോടെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ വൈറ്റ് ഹൌസിനുള്ളിൽ നമസ്കരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ബഹുമാന്യനായ PM സയ്യിദ് എന്നുള്ളത് ചരിത്രത്തിന്റെ കോണുകളിൽ അമേരിക്കയുടെ വൈറ്റ് ഹൌസിന്റെ ചുവരുകൾക്കുള്ളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും മാറ്റിമറിക്കുവാൻ സാധ്യമല്ല. ആ വലിയ മനുഷ്യന്റെ രാഷ്ട്രീയ പാതയാണ് ഇവിടെ പിന്തുടർന്നു പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ചൊല്ലുണ്ടായിരുന്നു എതിരാളികൾക്ക്, പറയുമായിരുന്നു അവര് PM സയ്യിദ് അനധികൃതമായി കുറെ സ്വത്ത് സമ്പാദിച്ചു. ആ പണം കൊണ്ടാണ് ലക്ഷദ്വീപില് പരിഷത്ത്, കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്, സമ്മേളനങ്ങൾ നടത്തുന്നത് വിളിച്ചു പറഞ്ഞു അവര്. PM സയ്യിദിന് ശേഷം ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞവർ ഇന്ന് PM സയ്യിദ് ഇവിടെ പറഞ്ഞു. പക്ഷേ എതിരാളികൾക്ക് ഞങ്ങൾ പഠിപ്പിക്കുകയാണ്, എതിരാളികൾക്ക് ഞങ്ങൾ കാണിക്കുകയാണ്. ഇവിടെ ചിന്തിക്കുന്ന ചില മനസ്സുകൾക്ക് ഉണരുവാൻ, അവന്റെ ഹൃദയം മലയടിക്കുവാൻ, അവന്റെ ശരീരത്തിലെ രോമങ്ങൾ രോഗസഞ്ചിതമായി മാറാൻ. എന്തിനു വേണ്ടി? PM സയ്യിദ് അനധികൃതമായി ഉന്നയ പൈസ പോലും ഒരു സമ്മേളനത്തിലും ചെലവഴിച്ചില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ പഠിപ്പിക്കാൻ, എതിരാളികളെ പഠിപ്പിക്കാൻ. ഇന്നിവിടെ PM സയ്യിദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടും നാം ഇവിടെ സമ്മേളിക്കുകയാണ്. 50 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് സമ്മേളനം ഇവിടെ നമ്മൾ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. 10,000 ഈ വേദിയിൽ പങ്കെടുത്തിട്ടും ഈ കടമന്ദീപിന് ഒരു കുലച്ചിലും ഉണ്ടായിട്ടില്ല. 10,000 ഇവിടെ പങ്കെടുത്തിട്ടും ഭക്ഷണത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇവിടെ 250 മീറ്റർ അകലിൽ നിന്നും വെള്ളം മുടങ്ങാതെ നിങ്ങളുടെ കൈകൾ കഴുകുവാനും കുടിക്കാനും സുഭിക്ഷമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളികൾക്ക് മറുപടി പറയുക എന്നത് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും എതിരാളികളുടെ വാദമുഖങ്ങൾക്ക് മറുപടി പറയേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായതുകൊണ്ട് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ ഇന്ന് നമ്മുടെ എതിരാളികൾ എഴുതിക്കൊണ്ട് ഒരു നോട്ടീസിൽ പറഞ്ഞു 36 വർഷം കൊണ്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളെ, ഇവരെന്താ കുരുടനാണോ ഇവർക്ക് നോട്ടീസ് എഴുതുന്നത്? ഈ മണ്ണ് നിൽക്കുന്ന ഈ വലിയ ഭൂമി എന്ന് പറയുന്ന ഈ പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുഗാണ്ട പോലെ ഇരുളടഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഈ വലിയ ഭൂമി എന്ന് കേട്ടാൽ പോലും മനുഷ്യൻ ഭയപ്പെട്ടിരുന്നു. ചൂടുകൊണ്ട് നടക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ചൈത്താനുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യൻ വരുന്നില്ല. ആയിരക്കണക്കായ ലൈറ്റിന്റെ പ്രകാശപൂരിതമായി അഖില ലക്ഷദ്വീപിന് 10,000 ജനങ്ങൾ ഭയമില്ലാതെ ഈ മണ്ണിൽ നിൽക്കുന്നത് ഈ ഭൂമിയുടെ വിശാലതയെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ കൂടുതലല്ലാതെ കണ്ണുള്ളവരല്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇവിടെ കോൺഗ്രസുകാർ എഴുതുന്നത് കണ്ണുള്ളവനാണ് ഇവിടെ എഴുതുന്നത്. കണ്ണില്ലാത്തവനും കണ്ണുള്ളവനും ഇവിടെ വ്യത്യാസമുണ്ട്. ഏതുപോലെ കുരുടൻ, കണ്ണില്ലാത്ത മനുഷ്യൻ പ്രകാശത്തെ ദർശിക്കുന്നില്ലെങ്കിലും പ്രകാശം എപ്പോഴും പ്രകാശം തന്നെയാണ്. പക്ഷേ നമ്മുടെ MP അവർ പറയുന്നു മലമറിക്കുന്നുണ്ടെന്ന്. അല്ല, കുരുടൻ ലാട്ടവും കൊണ്ടുപോയാൽ കഥ എന്താണ്? കുളിക്കവും വീഴും.
അല്ലെങ്കിൽ എന്താണ്? ലക്കണം കെട്ടും തീട്ടം ചവിട്ടിയ സർവസ്ഥലവും നാറി മണക്കും. ഇത് വ്യത്യാസമില്ല പ്രിയപ്പെട്ടവരെ. ഈ ലക്ഷദ്വീപ് നാറി മണക്കുകയാണ്. ഈ ലക്ഷദ്വീപ് മുഴുവനും നാറി മണക്കുകയാണ്. അതിൽ നിന്നും ഈ ദ്വീപിനെ രക്ഷിക്കണം. ഈ ലക്ഷദ്വീപിനെ നമ്മൾ രക്ഷിച്ചെടുത്തേ മതിയാകൂ. അത് ഈ ലക്ഷദ്വീപ് എംപ്ലോയീസ് പരിഷത്തിന്റെ ഈ കൊടുങ്കാറ്റിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പങ്കാളികളാവണം. അവിടെയാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതയെ നമ്മൾ കാണുന്നത്. അവിടെയാണ് ഈ സമ്മേളനത്തിന്റെ പ്രോജ്വലമായ പ്രൗഢഗംഭീരമായ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. അവിടെയാണ് നമ്മൾ അതിനെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷണമത്തിൽ 36 വർഷം കൊണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നവൻ, പ്രിയപ്പെട്ടവരെ, ജവഹർലാൽ നെഹ്റുവിന്റെ നവോദയത്താൽ ഇവിടെ ഒരു കോളേജ് ഇവിടെ വന്നു. സ്റ്റഡി സെന്റർ ഇവിടെ വന്നു. വാട്ടർ സ്പോർട്സ് ഇവിടെ വന്നു. ഈ പ്രദേശത്ത് എന്ത് വേണം? ഏറ്റവും ഒടുവിൽ ഇവിടെയുള്ള യുവാക്കന്മാർക്ക് ഒരു ദിവസം ഒരാൾക്ക് 1000 രൂപയെങ്കിലും സമ്പാദിക്കുവാൻ സ്റ്റാർ ക്രൂസിനെ ഇവിടെ കൊണ്ടുവന്നു. ദേശീയവും അന്തർദേശീയവുമായ തലത്തിൽ ലക്ഷദ്വീപിനെയും ലക്ഷദ്വീപുകാരനെയും കാലങ്ങൾക്കപ്പുറം ഉയർത്തിയ ഒരു നവോത്ഥാനത്തിന്റെ നായകനെന്ന് കാലം നമുക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ ആധുനികമായ ലക്ഷദ്വീപിന്റെ നായകനെന്ന് ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങൾ അമീറെ ജസായിർ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ വിശ്വാസികൾ ജനാധിപത്യത്തിന്റെ നായകനെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ള നായകൻ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽപടനെന്ന് ഇന്ത്യയിലെ മതാചാര്യന്മാർ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. തന്റെ ജീവിതം മുഴുവനും ലോകത്തിന് അത്ഭുതമാക്കി കൊടുത്ത നായകനാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും PM സൈദ് എന്ന വലിയ മനുഷ്യന്റെ വ്യവസ്ഥയെ കേവലം ഒരു കഷ്ണം കടലാസിൽ എഴുതി തകർക്കപ്പെടാൻ കഴിയില്ല എന്ന് 1000 അനുഭവങ്ങൾ കൊണ്ട്, 1000 ചരിത്രങ്ങൾ കൊണ്ട്, 1000 പ്രഗത്ഭന്മാരുടെ എഴുത്തുകളുടെയും വാക്കുകളുടെയും വിസ്മരിക്കപ്പെടാൻ കഴിയാത്ത അനുഭവ സമ്പത്ത് ഈ രാജ്യത്തിന് നൽകിക്കൊണ്ട് ചരിത്ര താളുകളിൽ സ്ഥാനം പിടിച്ച ഒരു വലിയ നായകനായിരുന്നു മർഹൂം PM സയ്യിദ് നവ്വറല്ലാഹു ബർക്കത. ഈ എംപ്ലോയീസ് പരിഷത്തിന്റെ MA കോയ ഡോക്ടർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഉയർത്തിയ ഈ ആശയം വളരെ വലുതാണ്. ഈ നൂറ്റാണ്ടിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അതിന് ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ MP 10 സമ്മേളനം ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം 10 ദിവസത്തിന് മുമ്പ് ഹോം മിനിസ്ട്രിയിലേക്ക് അദ്ദേഹം ഒരു കത്തെഴുതി. എന്താകത്ത്? MP എന്ന നിലയ്ക്ക് എന്റെ റോൾ എന്താണ്, എന്റെ പണി എന്താണ്? ഇല്ല, കപ്പലോടിക്കുന്ന കപ്പിത്താന് തന്റെ പണി അറിഞ്ഞില്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന്റെ അവസ്ഥ എന്താണ് അവന്റെ അവസ്ഥ? MP 20 മാസം കഴിഞ്ഞിട്ടും റോൾ അറിയുന്നില്ലെങ്കിൽ മിസ്രാവിൽ ഓടിയാൽ ഹലാക്കുറപ്പാണ്. അതുകൊണ്ടാണ് ഈ സമ്മേളനം നിങ്ങൾക്ക് ഈ നൂറ്റാണ്ടിന് ഒരു ദൃഷ്ടാന്തമായി ഉയർന്നു നിൽക്കുന്നത്. ഉയർത്തുന്നത് എന്താണ്? ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, PM സയ്യിദ് നവ്വറല്ലാഹു ബർക്കത.